ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നെക്സ്റ്റ് ജൻ വിസ്റ്റത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഒന്നാമത്തെ പാഠം മധ്യകാല ഇന്ത്യ. കുട്ടികളെ, നമ്മൾ ഇന്ന് വെറുമൊരു പാഠപുസ്തകം വായിക്കാനല്ല പോകുന്നത്. പകരം 500 വർഷങ്ങൾക്ക് മുൻപ് രാജാക്കന്മാരും യുദ്ധങ്ങളും നിറഞ്ഞ മധ്യകാല ഇന്ത്യയിലേക്ക് ഒരു ടൈം ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ എല്ലാ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും USS പരീക്ഷയ്ക്കും അതുപോലെ നിങ്ങളുടെ വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും തന്നെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. നോക്കൂ, ഈ പേജിൽ നിങ്ങൾക്ക് 2 പഴയ കെട്ടിടങ്ങൾ കണ്ടോ? ഇത് മധ്യകാല ഇന്ത്യയെ വിറപ്പിച്ച 2 വലിയ സാമ്രാജ്യങ്ങളുടെ കോട്ടകളാണ്. ഇടതുവശത്ത് കാണുന്നത് വടക്കേ ഇന്ത്യ ഭരിച്ച മുഗളന്മാരുടേത്. വലതുവശത്ത് ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കാണുന്നത് ദക്ഷിണേന്ത്യ ഭരിച്ച വിജയനഗര സാമ്രാജ്യത്തിൻ്റേത്. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. നമ്മൾ നേരത്തെ കണ്ട ആദ്യത്തെ ചിത്രമാണിത്. ഇതാണ് ഡൽഹിയിലെ ചെങ്കോട്ട. ഓരോ വർഷവും ഓഗസ്റ്റ് 15 നമ്മുടെ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് ഇവിടെയാണ്. ഇത് പണിതത് ആരാണെന്നറിയാമോ? നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി. ആരായിരിക്കും അദ്ദേഹം? നമ്മുടെ താജ്മഹൽ പണിത അതേ ഷാജഹാൻ. ഈ ചിത്രം നോക്കൂ. ഇതാണ് കർണാടകയിലെ ഹംപി. അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഈ തലസ്ഥാനം. ഈ 2 കൂട്ടരെ പറ്റിയാണ് ഈ ചാപ്റ്റർ നമ്മളോട് പറയുന്നത്. മുഗൾ ഭരണം 1526 മുതൽ 1857 വരെ ഏകദേശം ഒരു 330 വർഷം ഡൽഹിയെ കേന്ദ്രമാക്കിയിട്ട് ഇന്ത്യ ഭരിച്ചവരാണ് ഈ മുഗളന്മാർ. ഇവരുടെ പ്രധാന രാജാക്കന്മാരുടെ പേരുകളാണ് നമ്മളിവിടെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇനി ഇവരുടെ പേരുകൾ നമുക്ക് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ഒരു സൂപ്പർ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ എല്ലാവരും. നോക്കൂ, ബഹു ആ ജ ഷാ ഔ, അതായത് ബ ഫോർ ബാബർ, സ്ഥാപകനാണ്. ഹു ഫോർ ഹുമയൂൺ, ആ ഫോർ അക്ബർ, മഹാൻ എന്നാണ് വിളിക്കുന്നത്. ജഹാംഗീർ, ഷാജഹാൻ, അതായത് നിർമ്മാതാവ്. ഔറംഗസേബ്, അവസാനത്തെ ശക്തൻ. എങ്ങനെയുണ്ട് ട്രിക്ക്? ഇനി ഇതൊരിക്കലും മറക്കില്ലല്ലോ കൂട്ടുകാർ. താഴെയുള്ള ഈ മാപ്പ് കണ്ടോ? ഇത് ഔറംഗസീബിൻ്റെ കാലത്ത് മുഗൾ രാജ്യം എത്ര വലുതായിരുന്നു നോക്കിയേ. കാശ്മീർ മുതൽ താഴെ ഡെക്കാൻ വരെ മാത്രമല്ല, ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ അന്ന് മുഗളന്മാരുടെ കയ്യിലായിരുന്നു. ഇനി ഒരു ചോദ്യം നോക്കിയേ. ഭൂപടത്തിൽ നിന്നും ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിലെ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നുവെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം തന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ, ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. 1ാം പാനിപ്പത്ത് യുദ്ധം. ഇനി ഇവിടെയാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഉണ്ടായത്. മംഗോൾ എന്ന വാക്കിൽ നിന്നാണ് മുഗൾ എന്ന പേരുണ്ടായത്. ബാബർ എന്ന രാജാവ് ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു വലിയ യുദ്ധത്തിലൂടെയാണ്. അതാണ് ചരിത്രപ്രസിദ്ധമായ 1ാം പാനിപ്പത്ത് യുദ്ധം. ഇനി വർഷം 1526. ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ച് ഡൽഹി സുൽത്താനായ ഇബ്രാഹിം ലോധിയും ബാബറും നേർക്കുനേരെ ഏറ്റുമുട്ടി. ബാബറിന്റെ കയ്യിൽ ഒരു രഹസ്യ ആയുധമുണ്ടായിരുന്നു, വെടിമരുന്നും പീരങ്കികളും. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കികൾ വ്യാപകമായി ഉപയോഗിച്ച യുദ്ധമായിരുന്നു ഇത്. ലോധിയെ തോൽപ്പിച്ച് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം തുടങ്ങി. വർഷം 1605. 1605 ജെസ്യൂട്ട് പാതിരി പിയറി ജാരക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ അനുശോചനക്കുറിപ്പാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരമില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? 1ാമത്തെ പോയിന്റ് തന്നിട്ടുണ്ട്. അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു. അതുപോലെ തന്നെ മതസഹിഷ്ണുത, തുല്യനീതി എന്നിവ ഉറപ്പുവരുത്തിയിരുന്നു. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ കൂട്ടുകാരെ. നമ്മുടെ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്ന മതസഹിഷ്ണുതാനയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. എല്ലാവർക്കും സമാധാനം അഥവാ
സുൽ ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ ചിത്രത്തിൽ കാണുന്നത് ആഗ്രയ്ക്കടുത്തുള്ള പ്രശസ്തമായ ഫത്തേപൂർ സിക്രി കോട്ടയാണ്. ക്വിസ് മത്സരങ്ങളിലും USSനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണിത്, ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി നിങ്ങളോടൊരു ചോദ്യം. അക്ബർ ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കുറിപ്പ് തയ്യാറാക്കുക. അക്ബർ ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം വിവിധ മതങ്ങളെക്കുറിച്ച് ചർച്ചകളും സംവാദങ്ങളും നടത്തുക എന്നതായിരുന്നു. 1575 ഫത്തേപൂർ സിക്രിയിൽ പണി കഴിപ്പിച്ച ഈ യോഗശാലയിൽ ഇസ്ലാം, ഹിന്ദു, ജൈന, ക്രിസ്ത്യൻ തുടങ്ങിയ വിവിധ മതങ്ങളുടെ പണ്ഡിതന്മാരെ ക്ഷണിച്ച് ധാർമ്മികവും തത്വശാസ്ത്രപരവുമായ ചർച്ചകൾ നടത്തുന്നതിന് അക്ബർ ശ്രമിച്ചു. മതങ്ങൾക്കിടയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുകയും സഹനവും സഹവാസവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം. അദ്ദേഹം പുതിയ മതസംരംഭമായ ദിൻ-ഇ-ഇലാഹി പ്രചരിപ്പിക്കുകയും വിവിധ മതചിന്തകളും തത്വങ്ങളും പഠിച്ച് ആത്മീയതയും സത്യാന്വേഷണവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇബാദത്ത് ഖാൻ മതപരമായ സംവാദങ്ങൾക്കും സഹിഷ്ണുതയ്ക്കും ആഗോള മത സംവാദത്തിനും ഒരു ഉദാഹരണമായിരുന്നു. അടുത്ത് നോക്കൂ. എൻ്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇക്കുൽ, അതായത് എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളൊഴികെ ആയുധങ്ങളെടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസുക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുഗൾ ഭരണകാലത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത നിലനിർത്താൻ അക്ബറിൻ്റെ നയങ്ങൾ എത്രമാത്രം സഹായകമാണെന്ന് ക്ലാസ്സിലൊരു ചർച്ച സംഘടിപ്പിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ക്ലാസ് ചർച്ചയിൽ ഉൾപ്പെടുത്താം. ഇബാദത്ത് ഖാന, അതുപോലെ ജസിയ, ദിൻ-ഇ-ഇലാഹി, ഇതെല്ലാം വെച്ചിട്ട് ചർച്ച സംഘടിപ്പിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഗളന്മാരുടെ സൈനിക വ്യവസ്ഥയെക്കുറിച്ചാണ്. ഒരു വലിയ രാജ്യം ഭരിക്കാൻ ശക്തമായ ഒരു സൈന്യം വേണമല്ലോ. അതിനായി അക്ബർ കൊണ്ടുവന്ന സൂപ്പർ സിസ്റ്റമാണ് മൻസബ്ദാരി സമ്പ്രദായം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹമുണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം. മുഗളരുടെ മൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്കൊരു കുറിപ്പ് പോലെ തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് ആവശ്യമുള്ളവർ നോട്ട്സ് എഴുതിയെടുക്കാം. ഇനി മുഗളന്മാരുടെ ഭരണരീതിയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. മുഗളന്മാർ തങ്ങളുടെ സാമ്രാജ്യം എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണിത്. ഏറ്റവും മുകളിൽ സുബ, അതിന് താഴെ സർക്കാർ, പിന്നെ അതിന് താഴെ പർഗാന, പിന്നെ ഗ്രാമം. അതായത് സുബ എന്ന് പറഞ്ഞാൽ സംസ്ഥാനമാണ്, സർക്കാർ എന്ന് വെച്ചാൽ ജില്ല, പർഗാന എന്ന് വെച്ചാൽ താലൂക്ക്, ഗ്രാമം എന്ന് വെച്ചാൽ വില്ലേജ്. കൂട്ടുകാരെ, ഇത് നമ്മുടെ ഇന്നത്തെ ഭരണക്രമം പോലെ തന്നെയാണ്. ഇന്നത്തെ സംസ്ഥാനങ്ങളെ അന്ന് സുബ എന്നും ജില്ലകളെ സർക്കാർ എന്നും താലൂക്കുകളെ പർഗാന എന്നും വിളിച്ചു. ഏറ്റവും ചെറിയ ഘടകം നമ്മുടെ ഗ്രാമം തന്നെയായിരുന്നു. ഭരണത്തിൻ്റെ തലവൻ സാക്ഷാൽ ചക്രവർത്തിയായിരുന്നു. നിയമം നിർമ്മിക്കുന്നതും നടപ്പിലാക്കുന്നതും ചക്രവർത്തി തന്നെ. ചക്രവർത്തിയെ സഹായിക്കാൻ മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ വലിയ കോടതികളൊന്നും അന്ന് ഇല്ലായിരുന്നെങ്കിലും പ്രാദേശികമായി തർക്കങ്ങൾ പരിഹരിക്കാൻ ഖാസിമാർ ഉണ്ടായിരുന്നു. ഇനി നോക്കൂ, മുഗൾ ഭരണകാലത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിലെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു.
ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഒരു നീല ബോക്സിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം. പണ്ട് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളായ ആഗ്രയും ഫത്തേപൂർ സിക്രിയും അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് നോക്കാം. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരിക്കുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയ അക്കാലത്തെ പ്രധാന കാർഷികോൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ തന്റെ പുസ്തകമായ ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. നോക്കൂ, അബുൾ ഫസൽ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐൻ ഇ അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ്. ഇതാണ് പേർഷ്യൻ ചക്രം. ജലസേചനം എളുപ്പമാക്കാൻ, അതായത് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ മുഗൾ കാലഘട്ടത്തിൽ വ്യാപകമായി ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണിത്. അതുപോലെ തന്നെ മുഗൾ ഭരണകാലത്ത് കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. ഇത് കച്ചവടത്തിനും നഗരവൽക്കരണത്തിനും കാരണമായി. ഇനി അടുത്ത വിദേശ വ്യാപാരം എന്ന് പറയുന്നത് ഗുജറാത്ത് വിദേശ ചരക്കുകളുടെ പ്രധാന കവാടമായിരുന്നു. പ്രധാന കയറ്റുമതികൾ തുണിത്തരങ്ങൾ, മസ്ലിൻ, പഞ്ചസാര, അരി മുതലായവയൊക്കെയായിരുന്നു. പ്രധാന നഗരങ്ങൾ ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര ഇവ വ്യാപാര ഗതാഗത കേന്ദ്രങ്ങളായി പുരോഗതി കൈവരിച്ചു. അടുത്ത ചോദ്യം, മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. തന്നിട്ടുള്ളത് നഗരങ്ങൾ ധാക്ക, ഇന്നത്തെ രാജ്യങ്ങൾ ബംഗ്ലാദേശ്. ബാക്കിയുള്ളത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. മുർഷിദാബാദ് പശ്ചിമ ബംഗാൾ, ലാഹോർ പാകിസ്ഥാൻ, സൂറത്ത് ഗുജറാത്ത്, ആഗ്ര ന്യൂഡൽഹി. അടുത്തത് സാംസ്കാരിക സമന്വയം. ഒരു ചിത്രം കണ്ടോ തന്നിരിക്കുന്നത്? ഇതിൻ്റെ പേരാണ് രസ്നാമ. അതെന്താ? അതായത് മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചട്ടയുടെ ചിത്രമാണിത്. അതിൻ്റെ പേരാണ് രസ്നാമ. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി താജ്മഹലാണത്. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയ പത്നി മുംതാസിനായി ആഗ്രയിൽ വെണ്ണക്കല്ലിൽ തീർത്ത അത്ഭുതമാണിത്. ഇന്ത്യൻ, പേർഷ്യൻ, മധ്യേഷ്യൻ വാസ്തുവിദ്യാ ശൈലികൾ ഒരുമിച്ച് ചേർന്നാണ് ഇത് പണിതത്. ഇനി നോക്കൂ, രണ്ടാമത്തെ ചിത്രമാണ് ചുവന്ന മൺകല്ലുകളാൽ അക്ബർ നിർമ്മിച്ച പ്രശസ്തമായ ആഗ്ര കോട്ട. ചെങ്കോട്ടയും താജ്മഹലും ആഗ്ര കോട്ടയും ഒക്കെ മുഗളന്മാർ കലയ്ക്ക് നൽകിയ സംഭാവനകളാണ്. അതുപോലെ തന്നെ പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയ ഭാഷയായ ഉറുദു രൂപപ്പെട്ടു. ഇനി ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സംസ്കാര സമന്വയത്തിൻ്റെ ഭാഗമായാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ടീച്ചർ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.